സഭയ്ക്കുള്ളിൽ ശബരിമല സ്വർണമോഷണ വിവാദത്തെ ചൊല്ലി ബഹളം. പുറത്ത് നേതൃത്വവുമായി പിണങ്ങി തരൂർ. നമസ്കാരം. കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. വികസന കാര്യത്തിൽ കേരളം പിന്നോട്ടു പോകുന്നുവോ? മുണ്ടക്കയം മേഖലയിൽ തകർന്ന 3 പ്രധാന പാതകൾ നന്നാക്കാൻ നടപടിയില്ല. ബീനാച്ചി പനമരം റോഡ് നിർമ്മാണം നിലച്ചു. പൊയ്നാച്ചി സർവീസ് റോഡ് ഇഴയുന്നു. ഫറോക്കിലെ പുതിയ ഓഫീസ് സമുച്ചയ നിർമ്മാണത്തിലെ അനിശ്ചിതത്വവും പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലെ മേൽക്കൂരയില്ലായ്മയും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ജനന മരണ രജിസ്റ്റർ കിയോസ്ക് പൂട്ടിയതും പ്രശ്നമാണ്. രാഷ്ട്രീയത്തിൽ ഇന്ന് പല മലക്കം മറിച്ചിലുകൾ. കടകംപള്ളിക്ക് പങ്കില്ലെന്ന് കോടതിയിൽ സതീശൻ തിരുത്തി പറഞ്ഞു. ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. കൊല്ലം സീറ്റ് വിട്ടുനൽകില്ലെന്ന് ആർഎസ്പി. അടൂർ പ്രകാശ് പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ UDF കൊള്ളവിവാദത്തിൽപ്പെട്ടു. 2020 NDAയിൽ ചേർന്നതോടെ സംഘടനയിൽ പൊട്ടിത്തെറി. ഇതിനിടയിൽ അതിവേഗ റെയിൽവേ പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. കൃഷി ഉപേക്ഷിക്കുന്ന നെൽകർഷകർ സോളാർ വേലി തകർത്ത് കാട്ടാന ജനവാസ മേഖലയിലെത്തിയ സംഭവത്തിൽ വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ല. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചക്രക്കസേരയിൽ പാമ്പിനെ പിടികൂടി. 5 വട്ടം ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഇനി ലൈസൻസ് റദ്ദാക്കും. ഈ നിയമഭേദഗതി പ്രാബല്യത്തിലായി. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.